ആത്മബന്ധു. ഒരു ദിവസത്തെ മുഴുവനും, ഒരു നീണ്ട ദിവസത്തെ മുഴുവനും നന്നായി അറിഞ്ഞ് നന്നായി ജീവിച്ച് ഇതാ രാത്രിയിലേക്ക് നടന്നെത്തിയ മഹത് വ്യക്തിത്വമേ, നിങ്ങൾക്ക് ഈ ദിവസം പൂർത്തിയാക്കിയതിൽ അഭിനന്ദനങ്ങൾ. ഇനി രാത്രിയിലെ ഉറക്കത്തിലേക്ക്, വിശ്രമത്തിലേക്ക് കടക്കാം. എന്നും ഉറങ്ങുന്നതിന് മുൻപ് നമുക്ക് തീർച്ചയായും ചെയ്യാനാകുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് നമ്മളെക്കുറിച്ച് എഴുതുവാൻ ഒരു പുസ്തകമുണ്ടായിരിക്കണം. അത് ഡയറിയാകാം, അല്ലെങ്കിൽ മനോഹരമായൊരു നോട്ട് പുസ്തകമാകാം. ആ പുസ്തകത്തിൽ ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ എഴുതുള്ളൂ. എനിക്കെന്നെ എത്ര ഇഷ്ടമാണ് എന്നെഴുതുവാൻ ഒരു പുസ്തകം. ഈ പുസ്തകത്തിന് ഒരു പ്രത്യേക നിഷ്കർഷയുണ്ട്. എന്താണെന്നല്ലേ? എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ആ ദിവസം, കടന്നുപോയ ആ ദിവസത്തിൽ നമ്മൾ ചെയ്ത 3 നല്ല കാര്യങ്ങൾ എഴുതി വെക്കണം. 3 നല്ല കാര്യങ്ങൾ. എങ്ങനെയാണൊരു നല്ല കാര്യത്തെ നമ്മൾ തീരുമാനിക്കുക? ഏത് കാര്യം ചെയ്തപ്പോഴാണോ നമുക്ക് പരമമായി സന്തോഷം ലഭിച്ചത്, ഒരു തൃപ്തി ലഭിച്ചത്, ഏത് കാര്യം ചെയ്തപ്പോഴാണോ നമ്മൾ മറ്റൊരാളെയും ഒരു തരത്തിലും വേദനിപ്പിക്കാത്തത്, അങ്ങനെ സംഭവിച്ച 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളാണ് എഴുതേണ്ടത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് എഴുതിയ 3 കാര്യങ്ങളായിരിക്കരുത് നാളെ രാത്രി എഴുതുന്നത്. നാളെ രാത്രി പുതുതായി 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കണം, എഴുതുവാനും സാധിക്കണം. ഇങ്ങനെ നിത്യവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടേതായ ആ പുസ്തകത്തിൽ, നമുക്ക് നമ്മളെക്കുറിച്ച് മാത്രം പറയുവാൻ ഉള്ള ആ പുസ്തകത്തിൽ, ഒരു ദിവസം നമ്മൾ എത്രമാത്രം ജീവിച്ചുവെന്ന്, നമ്മൾ എത്രമാത്രം സന്തോഷിച്ചുവെന്ന് രേഖപ്പെടുത്തുവാനായാൽ, ഒരു ദിവസം സംഭവിച്ച 3 കാര്യങ്ങൾ, നന്മയോടുകൂടി സംഭവിച്ച, സന്തോഷത്തോടുകൂടി ചിലവഴിച്ച 3 കാര്യങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കില്ലേ? സാധിക്കണം. അങ്ങനെ എഴുതാൻ സാധിക്കുമ്പോൾ, ആ എഴുതാൻ സാധിച്ച കാര്യങ്ങൾ നിരന്തരം ഒരു ആവർത്തനമല്ലാതിരിക്കാൻ സാധിക്കുമ്പോഴൊക്കെ നമുക്ക് ഓരോ ദിവസത്തെയും നേരിടുവാനുള്ള ഒരു പ്രത്യേക ധൈര്യം ലഭിക്കും. മാത്രമല്ല, ഉത്സാഹഭരിതമായി ഒരു കുട്ടിയെപ്പോലെ നമ്മൾ ഉണർന്നെഴുന്നേൽക്കും. അതിനായി നമുക്ക് നമ്മളെക്കുറിച്ച് എഴുതാം. നിരന്തരം എഴുതിക്കൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ നമ്മുടെ കാലം കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാലും, നമ്മുടെ വരും തലമുറ എന്നെങ്കിലും ഈ ഒരു പുസ്തകം കണ്ടെത്തിയാൽ, നമ്മൾ നമ്മളെക്കുറിച്ച് എഴുതിയ ഈ പുസ്തകം കണ്ടെത്തിയാൽ, അത് ഒരു വിൽപത്രം പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. അതായത് അവർ മനസ്സിലാക്കും, ഇങ്ങനൊരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ദിവസവും അവർ 3 നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. ആരെയും ദ്രോഹിക്കാതെ, എന്നാൽ സ്വയം സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി 3 കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച വ്യക്തി. ഒന്നോർത്താൽ, ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ജീവിച്ചാൽ തന്നെ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു പോകും. അതിനാൽ ഒരു ദിവസം എങ്ങനെ കഴിയും, എങ്ങനെ കഴിച്ചുകൂട്ടും, എത്ര കാലം ഇങ്ങനെ ജീവിക്കും എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുതേ. അവനവനെക്കുറിച്ച് ആലോചിച്ച്, അവരവരെക്കുറിച്ച് ചിന്തിച്ച്, സ്നേഹിച്ച്, സന്തോഷിച്ച് നമുക്കിങ്ങനെ കടന്നു പോകാം. കാരണം ജീവിച്ചിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു തപസ്യയാണ്. മരിച്ചു പോവുക എന്നത് എളുപ്പമുള്ള, നമുക്ക് നിയന്ത്രണമില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് നിയന്ത്രണമുള്ളതും, നമുക്ക് ആനന്ദം നൽകുന്നതും, എന്നാൽ നമുക്ക് നമ്മളെക്കുറിച്ച് പറയുവാനാകുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞാൻ നന്നായി ജീവിച്ചു എന്നുള്ളതാണ്. ആത്മബന്ധു, നന്നായി ഉറങ്ങുക. ശുഭരാത്രി.